വേടനെ എന്റെ കൊച്ചുമോനെ അത് തന്നെ എന്റെ വലിയ ഞാൻ ഇറക്കി എന്റെ കൊച്ചുമോനെ ഇറക്കുമെന്നാ പറഞ്ഞ സ്വാമി പറഞ്ഞ എന്റെ കൊച്ചുമോനെ ഞാൻ ഇറക്കുമെന്ന് പറഞ്ഞു. കൃത്യം 7 മണിക്ക് ഇറങ്ങി. അത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ വിശ്വാസങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. സ്വാമിയെ നമ്മുടെ കാവൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പം? കായ് ഇപ്പം 1 മാസം കൊണ്ട് ചുവന്നേരെ പോവുക. നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ടോ? ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക, എന്നെ വിളിച്ചുകൊണ്ട് നിൽക്കുക, വിളിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് പേരെ കോളൊന്നും എടുക്കാൻ പറ്റുന്നില്ല അല്ലേ? ഞാൻ എടുക്കുന്നത് രാത്രി ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കോ. അല്ലെ നമുക്ക് കണ്ടിന്യൂസ് ഉറക്കമില്ല. ഗൾഫിൽ നിന്നൊക്കെ ഉള്ളവരൊക്കെ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ വിളിക്കുന്നു. ഇന്ന് എന്തോ ഒരു പ്രത്യേകതരം പൂജയൊക്കെ ഇവിടെ നടത്തി എന്തുവായിരുന്നു? പൂജ ഒരു സ്വാമി ഇവിടെ വന്നു. ആ സ്വാമിക്ക് പൂജ ചെയ്ത അതല്ലേ. നമ്മളെന്നൊരു പ്രത്യേകതരം പൂജയൊക്കെ നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി പോയി. തിങ്കളാഴ്ച പുള്ളി വരും. ഇത് ഏറ്റ പൂജ അന്നുണ്ട്. ഇതിൽ വലിയ പൂജ അന്ന് നടക്കും. അപ്പോൾ പിന്നെ അതുപോലെ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഇത് സ്ഥലം ഒന്നും അറിയാൻ പറ്റാതെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ സ്ഥലം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര. കൊല്ലം ജില്ല കൊട്ടാരക്കര വാളകം മേഴ്സി ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ടില്ലേ? മേഴ്സി ആശുപത്രി കൊട്ടാരമര കാവ് ചിരട്ടക്കോണം വെട്ടിക്കവല റൂട്ടിലാണ് നമ്മുടെ ഈ ഒരു കാവ് ഉള്ളത് അല്ലേ? അവിടുന്ന് പിന്നെ നേരെ വരുമ്പോൾ MGL റെഡി മിക്സ് പ്ലാന്റ് ചോദിച്ചാൽ മതി. അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു ചെറിയ സ്ഥലമാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അഥവാ ഓട്ടോ ഒക്കെ ആയിട്ട് വരുന്നവർക്ക് നമ്മുടെ മേഴ്സി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരിക. തൊട്ടടുത്തുള്ള ആ ഒരു കടയിലോ തൊട്ടടുത്തൊക്കെ ചോദിച്ചാൽ കറക്റ്റായിട്ട് നമ്മുടെ സ്വാമി എവിടെയാണെന്നുള്ള പറഞ്ഞു തരും. അവിടെ ഓട്ടോക്കാരോട് ചോദിച്ചാൽ 30 രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കാവിലെത്തിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു കാവിലേക്ക് വരാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നവർക്ക് നേരെ പനവേലി കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ്, പനവേലി കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മേഴ്സി ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ്. അവിടെ ഇറങ്ങിയാൽ 30 രൂപ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കാവിലേക്ക് എത്തിക്കും. നമ്മുടെ ഈ ഒരു എത്തിക്കും. പിന്നെ തിരുവനന്തപുരത്തു നിന്ന് വരുന്നവർക്ക് നേരെ തിരുവനന്തപുരത്തു നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന വഴിയിൽ വാളകം കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പ് മേഴ്സി ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ഇറങ്ങുക. അവിടെ തൊട്ടടുത്ത് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. നമ്മുടെ ഈ ഒരു കാവിലെത്തിക്കും. ഓട്ടോക്കിലേക്ക് എന്ന് പറഞ്ഞാൽ 30 രൂപയുള്ളൂ നമ്മുടെ ഈ ഒരു കാവിലേക്ക് എത്തിക്കാം. മെയിൻ റോഡിൽ നിന്നും 30 രൂപയുടെ ഓട്ടോ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വരാൻ കഴിയും. അപ്പം അത്യാവശ്യം ഒരുപാട് പേര് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ വരുന്നുണ്ട്. അതിനകത്ത് കുറച്ച് മോശം കാര്യങ്ങളൊക്കെ നോക്കുന്നവരുണ്ട്. അതൊക്കെ നോക്കുന്നില്ല. ആ പരിപാടി നമുക്കില്ല. നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, നല്ല കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ. പിന്നെ അതുപോലെ ഒരുപാട് കോളുകളൊക്കെ വരുന്നുണ്ട്. എടുക്കാൻ വരുന്നവർക്കൊക്കെ നമ്മൾ മറുപടി കൊടുക്കുന്നുണ്ട് അല്ലേ? പിന്നെ നമ്മളെ തിരക്കി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മൾ തിരക്കായതുകൊണ്ട് ഒരുപാട് പേരുടെ കോൾ എടുക്കാൻ പറ്റുന്നില്ല. അതാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ പോലും ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ വീഡിയോ പോലും ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ തിരക്കായതുകൊണ്ട് ഒരുപാട് പേരുടെ കോൾ എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സത്യം നിങ്ങളെ അറിയിക്കുകയാണ്. ആരും കഴിയുന്നൊരു വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ നമുക്ക് നോക്കാം, വോയിസ് ഒക്കെ ഇട്ടാൽ നമുക്ക് നോക്കാം. അല്ലാതെ ഒരുപാട് പേര് കണ്ടിന്യൂസ് ഒരാൾ വിളിക്കുമ്പോൾ തന്നെ 5ഉം 10ഉം പേര് മിസ് കോൾ അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മാറി തിരിഞ്ഞും വിളിക്കുന്നതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ആ ഒരു പ്രശ്നം നമുക്കുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം അവരുടെ വരുന്നവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ തന്നെ വീണ്ടും പറഞ്ഞ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. അതായത് കൃത്യം 12-1 മണിയോടുകൂടി നമ്മുടെ ഇവിടുത്തെ ആളുകളെല്ലാം ഒന്ന് ഒതുങ്ങിയ സമയത്ത് നമ്മൾ വേടന് വേണ്ടിയിട്ട് ഒരു പൂജ നമ്മൾ നടത്തിയിരുന്നില്ലേ സ്വാമി? ആ പൂജ ശരിക്കും പറഞ്ഞാൽ കയറി ഏറ്റ്. കാര്യം പറഞ്ഞാൽ അവനെ ശരിക്കും പറഞ്ഞാൽ റിമാൻഡ് ചെയ്യാൻ പോകാന്നുള്ള രീതിയിൽ ജാമ്യമില്ലാത്തൊരു കേസിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഒരു പൂജ നടത്തി. അത് കയറി വിജയിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തു. അത് കറക്റ്റ്. അതിൻ്റെ മെയിൻ കാര്യം അറിയുമോ? നമ്മൾ വീഡിയോ എടുത്ത് 2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ അത് പോസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 3-4 മണിയോടെ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ വേറെ ആവശ്യമായിട്ട് പോയി. അപ്പോൾ 7 മണിയൊക്കെ ആയപ്പോൾ അറിയുന്നത് ജാമ്യം കിട്ടിയെന്ന്. അതായത് പുള്ളിക്ക് ജാമ്യം ഇല്ല എന്ന് പറഞ്ഞൊരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പൂജ നമ്മുടെ വിശ്വസിക്കുന്ന ഈ ഒരു കുട്ടിച്ചാത്തനെ വിളിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പൂജ ചെയ്തു. അത് ഒരു രക്ഷയില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ വേടന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വിളി വിളിച്ചു. ആ വിളി എന്തായാലും ഏറ്റു. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അത് തന്നെ ഇറക്കുമെന്നാ പറഞ്ഞത്. സ്വാമി പറഞ്ഞ എൻ്റെ കൊച്ചുമോനെ ഞാൻ ഇറക്കുമെന്ന് പറഞ്ഞു. കൃത്യം 7 മണിക്ക് ഇറങ്ങി. അത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ വിശ്വാസങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. അതാണ് കാര്യം. ആ വേടൻ്റെ വീഡിയോ ഇറങ്ങിയതോടുകൂടി തന്നെ നമുക്ക് ഒത്തിരി കോളുകൾ വന്നുകൊണ്ടിരിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ അത് സ്വാമി പ്രവചിച്ചത് കറക്റ്റ് തന്നെയായിരുന്നു. സ്വാമി ഇറക്കുമെന്ന് പറഞ്ഞു, ഇറങ്ങി. അതാണ്
ഏകദേശം ഞാൻ 12 മണിയോടുകൂടി വീഡിയോ എടുക്കുകയും തുടർന്ന് ഒരു 4 മണിയോടുകൂടി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പോസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി. അതാണ് ശരിക്കും പറഞ്ഞാൽ സ്വാമിയുടെ ഏറ്റവും ഒരു വലിയൊരു വിജയം തന്നെ. അതുകൊണ്ട് തന്നെ ഒരുപാട് കോളുകൾ നമ്മുടെ ഫോണിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ നിമിഷത്തിൽ പോലും നമ്മുടെ ഫോൺ നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും നമുക്ക് മാറിയും തിരിഞ്ഞ് ഫോൺ ഇങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് പേരുടെ ഈ ഒരു പ്രശ്നം കാരണമാണ് നമുക്ക് പിന്നെ ഒരുപാട് ദൂരം നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ അല്ലേ. മലപ്പുറത്തു നിന്ന് വന്ന് കൊട്ടാരക്കര സ്റ്റാൻഡിൽ വാടക റൂം എടുത്ത് താമസിച്ചിട്ട് അവർ വരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവർ നോക്കി കാര്യങ്ങളൊക്കെ നോക്കി സുഖമായിരിക്കുന്നവരൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു കാവിന് ചെറിയൊരു മാറ്റമൊക്കെ വരുത്തണം, എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊരു ചെറിയൊരു സ്ഥലമാണ്, ഏകദേശം ഒരു 5 സെൻറ്റ് വേണോ സമയത്ത് 2 സെൻറ്റേ ഉള്ളൂ. 2 സെൻറ്റ് ഈ ഒരു വസ്തു എന്ന് പറഞ്ഞാൽ 2 സെൻറ്റ് വസ്തുവേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഒരുപാട് പേര് വരുന്നവർക്കൊക്കെ തന്നെ ഇവിടെ അവർക്ക് ഒരുപാട് പേർക്ക് അവർ വന്ന കാര്യം നടന്നതുകൊണ്ട് ഇവിടെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് പണിയൊക്കെ തരാമെന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ വലിയതായിട്ടുള്ള അമ്പലമൊന്നും വലിയതായിട്ട് ഇവിടെ പണിയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ കുട്ടിച്ചാത്തിന് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ വെയിലും മഴയും മുഖ്യമാവും. അപ്പോൾ അതുകൊണ്ട് വലിയ നമ്മളൊന്നും മെയിൻ്റനൻസ് ഒന്നും ചെയ്യുന്നില്ല. അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വരുന്നവരുടെ കാര്യങ്ങളൊക്കെ നടത്തി വിടുന്നു. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം ഒന്നുകൂടെ നമ്മൾ വഴി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തു നിന്ന് വരുന്നവർക്ക് ശരിക്കും നമ്മുടെ മേഴ്സി ഹോസ്പിറ്റലിൻ്റെ അവിടെ ഇറങ്ങുക. കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നവർക്ക് തിരുവനന്തപുരം റൂട്ടിൽ മേഴ്സി ഹോസ്പിറ്റലിൻ്റെ അവിടെ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർ നമ്മളെ ഒന്ന് വിളിച്ചാൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം.